എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പണ്ടൊക്കെ നമ്മൾ പലരും ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു പൽക്കോവയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മിഠായി നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാവുന്നേ ഉള്ളൂ. അതും കുറച്ച് ചേരുവകൾ മാത്രം മതി. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാലോ, ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൽക്കോവ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പൽക്കോവ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 3/4 കപ്പ് അളവിൽ നെയ്യാണ്. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന അളവ് കറക്റ്റ് ആയിരിക്കണം, എങ്കിലും നമുക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. 250 ml ഈ ഒരു കപ്പിൽ 3/4 കപ്പ് അളവിൽ നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നെയ്യൊന്ന് ഉരുകി ചൂടായിട്ട് വരട്ടെ. നെയ്യ് ഇതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് അളവിൽ മൈദയാണ്. നമ്മൾ നെയ്യ് അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ വേണം 1/2 കപ്പ് അളവിൽ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മൈദയ്ക്ക് പകരമായിട്ട് നമുക്കിത് ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു പൽക്കോവ മൈദയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മൈദ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് അളവിൽ മൈദ ഞാൻ ഇതിലേക്ക് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. മൈദ ചേർത്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു 10-12 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. അത്രയും സമയം ഇളക്കി കൊടുത്താലേ മൈദയുടെ ഒരു പച്ച ചൊവ അങ്ങ് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ ഏകദേശം ലോ ഫ്ലെയിമിലിട്ട് ഒരു 10-12 മിനിറ്റോളം തന്നെ നമ്മൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ആദ്യമേ നമ്മൾ ഇതുപോലെ മൈദ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് ലൂസായിട്ട് വരും. തീ നമ്മൾ ഒരുപാട് കൂട്ടിയിട്ട് കൊടുക്കരുത്, പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തന്നെ വേണം നമ്മളൊരു 10-12 മിനിറ്റോളം നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും അത് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വരും ഇതുപോലെ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-12 മിനിറ്റോളം തന്നെ നല്ല പോലെ തന്നെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടണം. ഇതിനെ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇതിന് ചെറിയൊരു ചൂടുണ്ട്. ഒരു ചെറു ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് ചൂടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് പഞ്ചസാരപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു സമയത്ത് ഇതങ്ങ് ഒരുപാടങ്ങ് ലൂസായിട്ട് അങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് ചൂടോടെ ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാൽപ്പൊടി നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കാപ്പൊടി മാത്രമായിട്ടുള്ളതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. 1/2 കപ്പ് അളവിൽ പഞ്ചസാരപ്പൊടിയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പഞ്ചസാരപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഒരു 2-3 തവണയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പഞ്ചസാരയുടെ അളവാണ് കേട്ടോ 1/2 കപ്പ്. ഈ ഒരു ബാറ്റർ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. ഇതുപോലെ നമ്മൾ കുറച്ചായിട്ട് ആ ഒരു പഞ്ചസാരപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു പരുവത്തിന് നമ്മൾ പഞ്ചസാരപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഒരു 2-3 തവണയായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല പോലെ തന്നെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കേക്ക് ടീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴിയുള്ളൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണെങ്കിലും മതി, അല്ലെങ്കിൽ അത്യാവശ്യം കുഴിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെയോ ഗ്ലാസിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം ആയാലും മതി കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിലെല്ലാം നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിൽ നമുക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ആ ഒരു രീതിക്ക് വേണമെങ്കിലും വെക്കാവുന്നതാണ്. അപ്പോൾ നല്ല പോലെ തന്നെ ഒരു സൈഡിലെല്ലാം തന്നെ ഞാൻ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതൊരു സ്പാച്ചിലോ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒരു മോൾഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20-25 മിനിറ്റ് നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ബാക്കി സമയം നമ്മൾ ഫ്രിഡ്ജിൽ താഴെ വെച്ചിരുന്നാലും മതി. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഇത് നമുക്കൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഫ്രിഡ്ജിൻ്റെ കൂളിംഗ് അനുസരിച്ച് ടൈം കുറച്ച് കൂടിയോ കുറഞ്ഞെന്നോ ഇരിക്കാം. അത് നല്ല പോലെ തന്നെ സെറ്റായി വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുത്താൽ മതി. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് വെളിയിൽ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് ചെറിയതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. ഒരു പാത്രത്തിൽ നിന്ന് തന്നെ കത്തി വെച്ചൊന്നും നമ്മൾ കുത്തരുത്, ആ ഒരു സൈഡൊക്കെ അങ്ങ് പൊട്ടിപ്പോകും. സൈഡെല്ലാം ഇതുപോലെ ഒന്ന് വിട്ട് വന്നതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് ഇതുപോലെ വെളിയിലേക്ക് എടുക്കാം. ആ ഒരു ബട്ടർ പേപ്പറും കൂടെ ഞാൻ എടുത്ത് കളഞ്ഞേക്കാണ്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു പൽഗോവ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് എടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിത് ഒരുപാട് ബലം കൊടുത്തങ്ങ് കട്ട് ചെയ്തിരുത്, പതിയെ വേണമെന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പൽഗോവ മിഠായി എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിരുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു മധുരം കഴിക്കണം തോന്നുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. അപ്പോൾ പൽഗോവ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.